ഇന്ന് സൺഡേ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. ചിക്കൻ കറി 2 കിലോ കോഴിയാണ് ഞങ്ങൾ ഇന്ന് എടുത്തേക്കുന്നത്. അത് പ്രിപ്പറേഷൻ ചെയ്യുന്ന റെസിപ്പികൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞങ്ങളിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഞങ്ങൾ ഓൾറെഡി കടുകും കരിയാപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടിയിട്ട് വഴറ്റാൻ നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇത് ഒരു ബ്രൗൺ കളറാകുന്ന സമയത്ത് ഇതിന് വേണ്ട ചേരുവകളൊക്കെ നമ്മൾ ഇതിലോട്ട് ചേർക്കും. ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കും. ഒന്ന് ഇളക്കി കൊടുക്കുമോ? അവിടെ വഴണ്ടി വരുന്നുണ്ട്, നല്ലോണം വഴന്ന് വരുന്നുണ്ട്. വഴന്നതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെയുള്ള ഉപ്പ്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് കോഴി ഇതിനകത്തോട്ടിട്ട് വേറെ സിമ്പിൾ റെസിപ്പിയാണ്. സിമ്പിൾ നമ്മൾ വീട്ടിൽ വെക്കുന്ന സാധാ ഒരു ചിക്കൻ കറിയാണ്. ആർക്കും ഉണ്ടാക്കാവുന്നേ ഉള്ളൂ, എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. ഏകദേശം നമ്മുടെ ഇത് വഴണ്ട് വരുന്നുണ്ട്, ഒക്കെ ആയി വരുവാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലോട്ടൊക്കെ മസാല അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ആദ്യം കുറച്ച് മല്ലിപ്പൊടി നമ്മൾ ഒരുപാട് ഇടത്തില്ല, ഒരു ശകലം മല്ലിപ്പൊടിയേ ഇടുന്നുള്ളൂ. നമ്മൾ ഒരുപാട് മല്ലിപ്പൊടി ഇടുന്നില്ല. അടുത്തത് മുളക് പൊടി. ആവശ്യത്തിനുള്ള എരിക്കുള്ള നല്ല മുളകാണിത്, നല്ല എരിയുള്ള മുളകാണ്. നമ്മൾ മുളക് പൊടി അങ്ങോട്ട് ഇടാൻ പോവുകയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടുവാണ്. നമ്മളിപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, കുരുമുളക് പൊടി ഇട്ടു, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടു. ഇപ്പം ഒന്ന് ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറി വരത്തക്ക സമയം വരെ നമ്മൾ ഇളക്കി കൊടുക്കും. നമുക്കിത് എല്ലാം ഇടാൻ കാണിക്കാനുള്ള ഒരു ഇത് കുറവായ കാരണം എല്ലാം ഇട്ടിട്ട് അങ്ങ് കാണിക്കുവാണ്. അപ്പം ഇതൊന്ന് വഴന്നു വരട്ടെ. ഒന്ന് സെറ്റായി വന്നു കഴിയുമ്പോൾ നമ്മൾ ഇറച്ചി അങ്ങോട്ടിടും. അപ്പോൾ നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ ഏകദേശം മൂത്ത്. ഇനി നമ്മൾ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ നമ്മുടെ മസാലയ്ക്കകത്തോട്ട് നമ്മൾ ഇറക്കി കൊടുക്കാൻ പോവാണ്. ചിക്കൻ അങ്ങോട്ട് ഇറക്കി കൊടുക്കുവാണ്. ചിക്കൻ അങ്ങോട്ട് ഇറക്കി കൊടുക്കുക അല്ലേ? അല്ലടാ കേങ്കുട്ടാ? ആ, ഏങ്കുട്ടനാണ് നമ്മുടെ ഹെൽപ്പ്. പക്ഷേ ഏങ്കുട്ടനെ കുറച്ച് ലേറ്റായി. ഓക്കെ. അങ്ങനെ നമ്മുടെ ചിക്കൻ മസാലയെല്ലാം പുരട്ടി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല സെറ്റാക്കി. ഇനി ഇത് നമ്മൾ ഒരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്കും. അടച്ചു വെച്ചിട്ട് ഇതൊന്ന് ആവി കയറി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഇതിനെ വേവിച്ച് നമ്മളെടുക്കും. ഇതാണ് നമ്മളുടെ ഒരു തനി നാടൻ ആലപ്പുഴ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റൈൽ ഒരു ചിക്കൻ കറി കേട്ടോ. ഇത് വലിയ സംഭവമൊന്നുമല്ല. അപ്പം നിങ്ങളിത് കാണുക. ഓക്കെ, നമ്മുടെ ചിക്കൻ തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അടച്ചു വെക്കാൻ പോവാണേ. ഇനി അടച്ചു വെച്ച് ഇവിടെ ഇരുന്ന് വേകട്ടെ. എന്തെല്ലാം കഴിഞ്ഞ് കാണിക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഫൈനൽ സ്റ്റേജിലേക്ക് വരും. അപ്പം നമ്മൾ ചിക്കൻ കറി തുറന്ന് നോക്കാൻ പോവാണ്. ചിക്കൻ കറി നല്ലോണം തിളച്ച് നല്ല സെറ്റായി. കറി നല്ല സെറ്റായിട്ടുണ്ട്. കറി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചിക്കൻ കറി റെഡിയാക്കുന്ന വിധം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ, ബൈ ബൈ. കെയിൻ വ്ളോഗ്സ്.